നമസ്കാരം, ഈസി ഇഗ്നോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പേപ്പറിന്റെ പേരാണ് MEC 101 മൈക്രോ ഇക്കണോമിക് അനാലിസിസ്. ഇത് വന്നിട്ട് ഇതിന്റെ ബ്ലോക്ക് നമുക്ക് മൊത്തത്തിലെ 8 ബ്ലോക്കുകൾ അടങ്ങിയ ഒരു പേപ്പറാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള തലക്കെട്ടോട് കൂടിയ ഒരു ബ്ലോക്കാണ്. അതിൽ തന്നെ സബ് ഡിവിഷൻസ് ആയിട്ട് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ഉണ്ട്. യൂണിറ്റ് 1 പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറീസ് ആണ്. അതിൽ വരുമ്പോഴത്തേക്കും കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് ഓൾറെഡി അറിയാം. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമർ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി, നമ്മൾ ഇതെല്ലാം ഡിഗ്രി ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, അടുത്ത യൂണിറ്റ് 2 എന്ന് പറയുന്നത് തിയറി ഓഫ് ഡിമാൻഡ് ആണ്. നമുക്കറിയാം ബഡ്ജറ്റ് ലൈൻ, ഡിഫറൻസ് കർവ്, ഇതിന്റെയൊക്കെ ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് കൺസ്യൂമറിന്റെ ബിഹേവിയറിനനുസരിച്ച് ഏത് രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം സ്റ്റേജിലോട്ട് എത്തുന്നത്, അതിനെക്കുറിച്ച് അതിന്റെ ഡിമാൻഡുകളും കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് 2 പഠിക്കും. അടുത്ത യൂണിറ്റ് 3 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലാണ്. യൂണിറ്റ് 3യുടെ തലക്കെട്ടാണ് തിയറി ഓഫ് ഡിമാൻഡ്, സം റീസൺ ഡെവലപ്മെന്റ് ഇൻ ആപ്ലിക്കേഷൻ ലെവൽ. നമുക്കറിയാം ഇപ്പോൾ എന്താണ് നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് എക്കോണമിയിൽ തന്നെ കൂടുതലും ടെക്നോളജീസ് അവൈലബിൾ ആണ്. അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസും കൂടി ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടാണ് യൂണിറ്റ് 3 വരുന്നത്. അടുത്തതായിട്ട് ബ്ലോക്ക് 2 വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്ലോക്ക് 1 കൺസ്യൂമർ ബിഹേവിയർ ആണ്. രണ്ടാമത്തത് വന്നിട്ട് പ്രൊഡ്യൂസർ ബിഹേവിയർ. നമുക്കറിയാം പ്രൊഡ്യൂസർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉൽപാദനം ചെയ്യുന്ന വ്യക്തി എങ്ങനെയായിരിക്കും മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 4 വന്നിട്ട് തിയറി ഓഫ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വോളിയം പ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്, അതെങ്ങനെ ആളുകളുടെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും, അതായത് അവരുടെ പ്രൈസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും യൂണിറ്റ് 4 തിയറി ഓഫ് പ്രൊഡക്ഷൻ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് തിയറീസ് അതിൽ ഇൻവോൾവ് ആണ്. അടുത്ത് വരുന്നതാണ് യൂണിറ്റ് 5. യൂണിറ്റ് 5 വന്നിട്ട് തിയറി ഓഫ് കോസ്റ്റ്. ഈ പ്രോഡക്റ്റ്, അതായത് കമ്പോളത്തിൽ വരുന്ന പ്രോഡക്ട്സിനെ എങ്ങനെയാണ് വില നിശ്ചയിക്കുന്നത്, അതിന്റെ കോസ്റ്റ്, ഇത് കൊണ്ടുവരുന്ന ട്രാവലിംഗ് കോസ്റ്റ് ഉണ്ടാകും. അത് മാത്രമല്ല നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റോട്ട് ആകുമ്പോഴത്തേക്കും അവിടം വരെ എത്തിക്കുന്നതിന്റെ ആ കോസ്റ്റ്, ഓരോ പ്രോഡക്റ്റിന്റെയും കോസ്റ്റ് എങ്ങനെയായിരിക്കും നിശ്ചയിക്കുന്നത്, കൺസ്യൂമറിന്റെ പ്രിഫറൻസ് വെച്ച്, അത് മാത്രമല്ല പ്രൊഡ്യൂസേഴ്സിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷനും കൂടെ ബെനിഫിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ തിയറി ഓഫ് കോസ്റ്റ് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറീസ് നമുക്ക് യൂണിറ്റ് 5 പഠിക്കാനായിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് യൂണിറ്റ് 6 ആണ്. അത് വന്നിട്ട് പ്രൊഡക്ഷൻ ഇക്കണോമിക്സ് ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഇക്കണോമിക്സിൽ വരുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രൊഡക്ഷനും അതിന് ഈക്വൽ ആയിട്ട്, അതായത് കോസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇന്റർറിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ അതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്നതിനെ പറ്റിയാണ് ബ്ലോക്ക് 2 പറയുന്നത്. അടുത്തതായിട്ട് ബ്ലോക്ക് 3. ബ്ലോക്ക് 3യുടെ ഹെഡിങ് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ അറിയാം പ്രൈസും ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. നമുക്കറിയാം നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ പഠിച്ചു, പ്രൊഡ്യൂസർ ബിഹേവിയറിന്റെ യൂണിറ്റ്സ് കഴിഞ്ഞ 2 ബ്ലോക്കിലായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ 3rd ബ്ലോക്ക് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഈ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റിൽ വരുമ്പോൾ, അത് ഓരോ മാർക്കറ്റിലും എങ്ങനെ അവര് പ്രൈസ് നിശ്ചയിക്കുന്നു അല്ലെങ്കിൽ വില നിശ്ചയിക്കുന്നു എന്നും, അത് മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് അവർ ഡിറ്റർമിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ബ്ലോക്കിൽ പറയുന്നത്. അതിൽ യൂണിറ്റ് 7 വന്നിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 8 വന്നിട്ട് മൊണോപ്പൊളി മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും. അടുത്ത യൂണിറ്റ് 9 വന്നിട്ട് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും. ആൻഡ് യൂണിറ്റ് 10 വന്നിട്ട് ഒളിഗോപ്പൊളി മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും. അപ്പൊ ഈ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും പ്രൈസ് നിശ്ചയിക്കുന്നത്, അതിന്റെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനെ പറ്റിയായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ബ്ലോക്ക് 3 പറയുന്നത്. അടുത്തതായിട്ട് ബ്ലോക്ക് 4. ഓക്കെ, ബ്ലോക്ക് 4 വന്നിട്ട് ജനറൽ ഇക്വിലിബ്രിയത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൽ യൂണിറ്റ് 11 വന്നിട്ട് ജനറൽ ഇക്വിലിബ്രിയം പ്യോർ എക്സ്ചേഞ്ച് മോഡൽ ആണ്. അതിൽ വരുന്നതാണ് നമുക്ക് ഈ വോൾറാസിയൻ മോഡൽ പഠിക്കാനുണ്ട്, അതിൽ പരേറ്റോ ഒപ്റ്റിമാലിറ്റി തിയറിയും പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് യൂണിറ്റ് 12 ആണ്, ജനറൽ ഇക്വിലിബ്രിയം വിത്ത് പ്രൊഡക്ഷൻ. അത് വരുമ്പോഴാണ് എഡ്ജ്വർത്ത് ബോക്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും ജനറൽ ഇക്വിലിബ്രിയം ആവുന്നത് എപ്പോഴാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് ബ്ലോക്ക് 4 പഠിക്കുന്നത്. ബ്ലോക്ക് 5.
വെൽഫെയർ എക്കണോമിക്സ്. നമുക്കറിയാം വെൽഫെയർ എക്കണോമിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഓക്കെ, അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ് യൂണിറ്റ് 13. അത് വന്നിട്ട് പിഗ്വൻ വേഴ്സസ് പരേറ്റോൺ അപ്രോച്ച്. അതായത് പിഗ്വന്റെ അപ്രോച്ചും പരേറ്റോയുടെ അപ്രോച്ചും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് യൂണിറ്റ് 13 പഠിക്കാനായിട്ടുണ്ട്. യൂണിറ്റ് 14 വന്നിട്ട് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെയാണ്, അതായത് സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് വിൽക്കപ്പെടേണ്ടത്, അത് എങ്ങനെ നല്ല ഫെയർ ആയിട്ടാണോ അത് വിൽക്കപ്പെടുന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 14 നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അടുത്ത യൂണിറ്റ് 15 വന്നിട്ട് ഇൻപെർഫെക്റ്റ് മാർക്കറ്റ് എക്സ്റ്റേണലിറ്റീസ് ആൻഡ് പബ്ലിക് ഗുഡ്. എന്താണ് പ്രൈവറ്റ് ഗുഡ്, എന്താണ് പബ്ലിക് ഗുഡ്, എന്താണ് എക്സ്റ്റേണലിറ്റീസ്, അത് ഇൻപെർഫെക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 15 പഠിക്കാനായിട്ടുണ്ട്. യൂണിറ്റ് 16 വന്നിട്ട് സോഷ്യൽ ചോയ്സ് ആൻഡ് വെൽഫെയർ. അതായത് സൊസൈറ്റിയിലുള്ള ചോയ്സ് എന്താണ്, അതിനെ എങ്ങനെയാണ് നമുക്ക് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് യൂണിറ്റ് 16. നെക്സ്റ്റ് വന്നിട്ട് ബ്ലോക്ക് 6 ആണ്. അതിൽ വരുന്നത് എക്കോണമീസ് ഓഫ് എക്സ്റ്റേണൽ അൺസർട്ടനിറ്റീസ് ആണ്. ഓക്കെ, അൺസർട്ടനിറ്റീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സർട്ടൈൻ അല്ലാത്ത കാര്യം. അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടേക്കിംഗ് എ ലോട്ടറി, ഓക്കെ, വിന്നിങ് ഇൻ ലോട്ടറി ടിക്കറ്റ്സ്, വിന്നിങ് ഇൻ ഗെയിംസ്, ഓക്കെ, ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു ലക്ക് ഫാക്ടർ അടങ്ങി. അപ്പൊ ഇതെല്ലാം അൺസർട്ടനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനെ പറ്റിയിട്ടാണ് ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 17 വന്നിട്ട് ചോയ്സ് ഇൻ അൺസർട്ടൈൻ സിറ്റുവേഷൻസ്. അതായത് അൺസർട്ടൻ, നമുക്ക് ഇപ്പൊ ലോട്ടറി അടിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ക് ഫാക്ടർ നമുക്ക് വരുന്നതൊക്കെ, ഇതൊക്കെ നമ്മൾ ഈ സിറ്റുവേഷൻസൊക്കെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അതിന്റെ എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ചോയ്സ്, അവരുടെ ചോയ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് യൂണിറ്റ് 17 പറയുന്നത്. അടുത്തതായിട്ട് യൂണിറ്റ് 18 ഇൻഷുറൻസ് ചോയ്സ് ആൻഡ് റിസ്ക്. നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ റിസ്ക് കുറച്ചുകൊണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഷെയർ മാർക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് റിസ്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പോൾ റിസ്ക് കുറച്ചുകൊണ്ട്, അത് മാത്രമല്ല ഇപ്പൊ ഒരു ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ എങ്ങനെയൊക്കെ അതിന്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ആ പ്രോബ്ലംസിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽ സ്റ്റഡിയും നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ട് ഉണ്ട്. അടുത്തതായിട്ട് വരുന്നതാണ് യൂണിറ്റ് 19 ഇക്കോണമീസ് ഓഫ് ഇൻഫർമേഷൻ. നമുക്കറിയാം നമ്മുടെ എക്കോണമിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ ഒരു കാർ ബൈയിങ് സെന്ററിൽ പോവുകയാണെങ്കിൽ എന്താണ്, നമ്മളൊരു കാർ മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നുകിൽ നമ്മുടെ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇന്റർമീഡിയറ്ററി എപ്പോഴും കാണും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള നമുക്ക് ഡയറക്റ്റ് ഇൻഫർമേഷനും കിട്ടും, ചിലപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ഉള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് അസിമെട്രിക് ഇൻഫർമേഷൻസ്, അങ്ങനെ ഒത്തിരി ഇൻഫർമേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് 19 പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ബ്ലോക്ക് 7 വന്നിട്ട് നോൺ കോപ്പറേറ്റീവ് ഗെയിം തിയറി. ഗെയിം തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഗെയിംസ് കളിക്കാറുണ്ട് അല്ലെ. അതായത് ചെസ്സിൽ കളിക്കുമ്പോൾ എന്തായിരിക്കും, ഒരാൾ കളിക്കുന്ന ഗെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത ആൾ നമ്മൾ കളിക്കുക അല്ലെ. പ്രത്യേകിച്ച് ചെസ്സിലൊക്കെ ആകുമ്പോൾ ഓരോ മൂവ്മെന്റ്സ് നീക്കുന്നത്, അതായത് ഒപ്പോണന്റ് ആൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അടുത്ത ഗെയിംസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെയാണ്. അപ്പൊ യൂണിറ്റ് 20 വന്നിട്ട് സ്റ്റാറ്റിക് ഗെയിംസ് ഓഫ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഒരു സ്ഥിരമായ ധാരണയോടുകൂടെ കളിക്കുന്ന ഗെയിംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് സ്റ്റാറ്റിക് ആയിരിക്കും, അതിനൊരു ചേഞ്ചസും കാണുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 20 പഠിക്കുന്നത്. അടുത്ത യൂണിറ്റ് 21 വന്നിട്ട് സ്റ്റാറ്റിക് ഗെയിംസ് ഓഫ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് ആപ്ലിക്കേഷൻ ലെവൽ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ആ ഒരു ഗെയിം എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ കുറിച്ചുള്ളത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അടുത്ത യൂണിറ്റ് 22 വന്നിട്ട് നമുക്ക് ഡൈനാമിക് ഗെയിം ആണ്. ഡൈനാമിക് ഗെയിം വിത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. അതായത് ഇപ്പൊ ഗെയിംസിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഗെയിംസ് കളിക്കാറുണ്ട് അല്ലെ. ചിലപ്പം ഒരേ സ്ട്രാറ്റജിയിൽ കളിക്കുന്നവരുണ്ടായിരിക്കും, ചിലപ്പോൾ ഡുവൽ സ്ട്രാറ്റജി വെച്ച് കളിക്കുന്നതായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് യൂണിറ്റ് 22 പഠിക്കുന്നത്. അടുത്തായിട്ട് ബ്ലോക്ക് 8 നോൺ കോപ്പറേറ്റീവ് ഗെയിം തിയറി പാർട്ട് 2. ഓക്കെ, ഇതിൽ വരുന്നത് യൂണിറ്റ് 23 വന്നിട്ട് സ്റ്റാറ്റിക് ഗെയിംസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, സ്റ്റാറ്റിക് ഗെയിംസ് ഓഫ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിലൂടെ എങ്ങനെയാണ് ഗെയിംസ് ഓരോ ഗെയിം കളിക്കുന്ന അതിന്റെ ഒരു രീതിയാണ് യൂണിറ്റ് 23 പറയുന്നത്. ഓക്കെ, അടുത്ത യൂണിറ്റ് 24 വന്നിട്ട് സ്റ്റാറ്റിക് ഗെയിംസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷനിൽ തന്നെ ബേസിൻ ഇക്വിലിബ്രിയം, അതായത് ബേസിൻ തിയറി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആ തിയറിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും യൂണിറ്റ് 24 നമ്മൾ പഠിക്കുന്നത്. അടുത്ത യൂണിറ്റ് 25 വന്നിട്ട് സിഗ്നലിംഗ് ഗെയിംസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. ഓക്കെ, എങ്ങനെയാണ്, അതായത് നമുക്കറിയാം ബേസിൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബേസിൻ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, അവിടെ ഓരോ ഗെയിമിനും ഓരോ സ്ട്രാറ്റജി ഉണ്ട്, ഒപ്പം തന്നെ ബിലീഫ്സും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെ അടങ്ങിയതാണ്
എന്ന് പറയുന്നത് ബേസിയൻ ഇക്വിലിബ്രിയത്തിലോട്ട് ഈ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ യൂണിറ്റ് 25 പഠിക്കുന്നത്. അത് യൂണിറ്റ് 26 വന്നിട്ട് റിഫൈൻമെന്റ് ഓഫ് പെർഫെക്റ്റ് ബേസിയൻ ഇക്വിലിബ്രിയം. ഈ സ്ട്രാറ്റജിയും ബിലീഫും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ബേസിയൻ തിയറി എങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേജിലോട്ട് എത്തുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 26 പഠിക്കുന്നു. ഇത്രയും ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ യൂണിറ്റ്സുകൾ എല്ലാം കവർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.